നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. വാർത്താ സമ്പന്നമായ ഒരു ദിവസമാണ് ഇന്ന്. ഇന്നലെ കണ്ണൂർ പയ്യന്നൂരിൽ ഒരു BLO ജീവനൊടുക്കുകയുണ്ടായല്ലോ. ആ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് BLOമാർ ജോലി ബഹിഷ്കരിക്കുമെന്നാണ് കേൾക്കുന്നത്. ഈ മരിച്ച അനീഷിൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ടാണ് നടക്കുക. അതോടൊപ്പം തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ BJP ജില്ലാ നേതൃത്വത്തിൽ നിന്നും വിവരങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ആനന്ദ് തമ്പിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് കേൾക്കുന്നത്. മറ്റൊന്ന് ശബരിമല തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അഭ്യൂഹങ്ങളുണ്ട്. അത് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു തീരുമാനം ഇന്നിപ്പോൾ വരും. അത് നിർണായകമാണ്. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ED നൽകിയ ഹർജിയുണ്ടല്ലോ, അത് ഇന്നാണ് കോടതി പരിഗണിക്കുക. ഒപ്പം ഈ ദ്വാരപാലക പാളികളുടെയും കട്ടളപ്പാളിയുടെയും ഒക്കെ SITയുടെ ശാസ്ത്രീയ പരിശോധന അതും ഇന്നു മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ലോകവാർത്തകളിലേക്ക് കിടന്നാൽ ബംഗ്ലാദേശാണ് ഇന്നിപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകളുണ്ടല്ലോ, അതിൽ ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ ഇന്നിപ്പോൾ കോടതി വിധി പറയും. അതിപ്പോൾ ഒരുപക്ഷെ ഹസീനയ്ക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന ഒരു റിപ്പോർട്ടാണ്. അങ്ങനെ വല്ലതും വന്നാൽ അവാമി ലീഗ് തെരുവിലിറങ്ങും. വലിയ ആഹ്വാനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് രാജ്യത്ത് അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശങ്ങൾ വന്നത്. ഡൽഹിയിലേക്ക് വന്നാൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടനമാണെന്നാണ് NIAയുടെ ഒരു കണ്ടെത്തൽ. അങ്ങനെ ഒട്ടേറെ വാർത്തകളുണ്ട്. ഇന്ന് ഏതായാലും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്, എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തലക്കെട്ടുകൾ നോക്കാം. കണ്ണൂർ പയ്യന്നൂരിൽ BLO ജീവനൊടുക്കിയ സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. BLOമാർ ഇന്ന് ജോലി ബഹിഷ്കരിക്കും. രാവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മരിച്ച അനീഷ് ജോർജിന്റെ സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ BJP ജില്ലാ നേതൃത്വത്തിൽ നിന്നും വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘം ആനന്ദ് തമ്പിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണവും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇന്നത്തെ തീരുമാനം നിർണായകം. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ED നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ദ്വാരപാലക പാളികളുടെയും കട്ടിളപ്പാളിയുടെയും ശാസ്ത്രീയ പരിശോധന ഇന്നു മുതൽ. കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ദുരിതം. ഫ്ലോറിക്കൽ റോഡിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. റോഡിൽ വൻ ഗർത്തം. പ്രദേശത്ത് ഇന്നും നാളെയും കുടിവെള്ള വിതരണം മുടങ്ങും. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകളിൽ ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ കോടതിയുടെ വിധി ഇന്ന്. കേസ് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ. ഹസീനയ്ക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ശിക്ഷ വിധിച്ചാൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ അവാമി ലീഗിന്റെ ആഹ്വാനം. രാജ്യത്ത് അതീവ ജാഗ്രത. ഡൽഹിയിൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടനം. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. പിടിയിലായ വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അൽ-ഫലാഖ് സർവകലാശാലയിലെ കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യും. സൂത്രധാരനെ തേടി NIA അയൽ രാജ്യങ്ങളിലേക്ക്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ സ്ഥാനമുറപ്പിച്ചു പോർച്ചുഗൽ. UEFAയിൽ അർമേനിയയെ 1-9 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ബ്രൂണോ ഫെർണാണ്ടസിനും ജോവോ നെവസിനും ഹാട്രിക്. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇന്ന് BLOമാർ ജോലി ബഹിഷ്കരിക്കും. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളുടെ സംയുക്ത സമരസമിതിയുടേതാണ് ഈ തീരുമാനം. സംസ്ഥാന വ്യാപകമായി NGO അസോസിയേഷൻ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യ ഇന്നലെ ആയിരുന്നല്ലോ അത് കണ്ണൂരിലെ പയ്യന്നൂരിൽ. ഇന്നിപ്പോൾ അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക്, ഇന്നലെ മുതൽ തന്നെ ഒരു വിഭാഗം അത് പ്രതിഷേധത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ BLOമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുമെന്നറിയുന്നു. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട്? മായ, ഇന്നലെയാണ് കണ്ണൂർ സ്വദേശിയായ BLO അനീഷ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ജോലി സമ്മർദ്ദം മൂലമാണ് അനീഷ് ഇത്തരത്തിലുള്ള ഒരു ജീവൻ ഒടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇന്നലെ മുതൽ തന്നെ ഉയർന്ന ആരോപണം. കുടുംബം ഉൾപ്പെടെ ഈ ജോലി സമ്മർദ്ദം അനീഷ് അവരോട് പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ അറിയിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും ഈ സംയുക്ത സമരസമിതി ഇന്ന് വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഈ BLOമാർക്ക് വ്യാപകമായി ജോലി സമ്മർദ്ദമുണ്ട് എന്ന് തന്നെയാണ് സംയുക്ത സമരസമിതിയുടെയും ഒക്കെ തന്നെ വാദം. അതേസമയം ഈ
SIR ഉൾപ്പെടെ നീട്ടിവെക്കണമെന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളുണ്ട്. അതിനോടൊപ്പമാണ് ഈ SIRന്റെ എന്യൂമറേഷൻ ഫോം ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ടാർഗറ്റ് നൽകിക്കൊണ്ട് ഈ ജീവനക്കാർക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് എന്നാണ് ഈ സംയുക്ത സമിതിയുടെ ഉൾപ്പെടെയുള്ള ഒരു ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് മേൽ കടുത്ത സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെ തന്നെ അവർ ആരോപിച്ചിരുന്നു. അതിനുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വ്യാപക പ്രതിഷേധത്തിന്, ഏതായാലും സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് BLOമാർ ഒരുങ്ങുന്നത്. ഈ പ്രധാനമായും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് തന്നെയാണ് ഈ സംയുക്ത സമരസമിതി പറയുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നേരത്തെ മുതൽ തന്നെ ഈ SIR അല്പം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് കമ്മീഷൻ തയ്യാറായിരുന്നില്ല. ഈ നടപടികളുമായി മുന്നോട്ട് പോകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ BLOമാർ ഏതായാലും ജോലി ബഹിഷ്കരിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഈ ജോലി ബഹിഷ്കരിക്കുന്നതിനോടൊപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലി കൂടി നിർവഹിക്കേണ്ടി വരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലാ കളക്ടറും എല്ലാ ജില്ലയിലെ കളക്ടർമാരുടെ ഓഫീസിലേക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വസതിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ഏതായാലും സംഘടിപ്പിക്കുക. വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് സംയുക്ത സമരസമിതി. ആതിര, ഇന്നലെ ഈ അനീഷ് മരിച്ച സമയത്ത് തന്നെ ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. കളക്ടറുടെ റിപ്പോർട്ട് എപ്പോഴായിരിക്കും വരിക? അത് താമസിക്കുമോ? ഇന്നലെ ഈ വിഷയം വന്നപ്പോൾ തന്നെ ഈ ഇലക്ട്രൽ ഓഫീസർ ജില്ലാ കളക്ടറോട്, കണ്ണൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഈ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് ഇതിൽ കൂടുതൽ അന്വേഷണം, കാരണം ഈ സമ്മർദ്ദം മൂലം, ജോലി സമ്മർദ്ദം മൂലം എന്നാണ് ഈ കുടുംബത്തിന്റെ ഉൾപ്പെടെയുള്ള ആരോപണം. കൂട്ടുകാരോടും ഇത്തരത്തിൽ അനീഷ് ജോലി സമ്മർദ്ദം തനിക്ക് വലിയ രീതിയിലുള്ള ജോലി സമ്മർദ്ദം ഉണ്ടായതായി അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അറിയിച്ചിട്ടുള്ളത്. അതിലൊരു കൃത്യ ദിവസം ഏതായാലും അറിയിച്ചിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇലക്ടറൽ ഓഫീസർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഏതായാലും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന് മറ്റൊന്ന്, തിരുവനന്തപുരത്തെ RSS പ്രവർത്തകൻ ആനന്ദ് തമ്പിയുടെ മരണമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അതിനിപ്പോൾ ഏത് തരത്തിലായിരിക്കും? ഈ ആനന്ദ് തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പ്, അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അത് വായിച്ചതാണ്, കണ്ടതാണ്. അതിൽ പറയുന്ന കുറേ ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവരുടെയൊക്കെ മൊഴിയെടുക്കേണ്ടതുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല എന്നാണ് അറിയുന്നത്. അത് ഉടൻ ഉണ്ടാവുമോ? മായ, ഇന്നലെ ഈ സഹോദരി ഭർത്താവിന്റെ മൊഴി ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് പോലീസ് ഈ ആനന്ദ് കെ തമ്പിയുടെ ഈ FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ FIRൽ പ്രധാനമായും പറയുന്നത് ഈ സീറ്റ് നിഷേധത്തിന്റെ മനോവിഷമത്തിലാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ മൊഴിയെടുക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. ഏതായാലും അന്വേഷണം കൂടുതൽ സമഗ്രമാക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഈ പ്രധാനമായും ഈ ആനന്ദ് ഈ മെസ്സേജുകൾ, വാട്സ്ആപ്പ് സന്ദേശങ്ങളും വോയിസ് മെസ്സേജ് ഉൾപ്പെടെ അയച്ചിട്ടുള്ളത് സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ കുറച്ച് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കാണ് പ്രധാനമായും അയച്ചിരിക്കുന്നത്. ഇവരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതുകൂടാതെ ഈ ആത്മഹത്യാ കുറിപ്പിൽ പ്രധാനമായും BJPയുടെ കുറച്ച് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പേര് പറയുന്നുണ്ട്. അവരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കവും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഈ ജില്ലാ നേതൃത്വത്തിന്റെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്താനും അവിടെ അന്വേഷണത്തിനും ഏതായാലും അന്വേഷണ സംഘം നിലവിൽ ഒരുങ്ങുകയാണ്. കാരണം ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആനന്ദിന് ആരെങ്കിലും നേരത്തെ ഇത്തരത്തിൽ ഒരു അറിവ് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നൽകുമെന്ന രീതിയിലുള്ള ഒരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ളതിലൊക്കെ തന്നെ അന്വേഷണം പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ ആരെങ്കിലും അറിയിച്ച അതിന്റെ മനോവിഷമത്തിലായിരിക്കുമോ ആത്മഹത്യ ചെയ്തത് എന്നറിയാനുള്ള ഒരു നീക്കവും പോലീസ് ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്വതന്ത്രനായി നിൽക്കാൻ ആനന്ദ് ആലോചിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് പാർട്ടിക്കുള്ളിൽ നിന്നും അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായതായി ആനന്ദ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും അത് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. അതേസമയം ആനന്ദിന്റെ ഈ മൊബൈൽ ഫോൺ ഏതായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൽ നിന്നും കൂടുതൽ തെളിവുകൾ, കേസിനെ സംബന്ധിക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭ്യമാകുമോ എന്നതിലുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. രാത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ആനന്ദ് തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് എന്ന് കേൾക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്ത് ഇന്ന് വിദഗ്ധ പരിശോധന നടത്തും. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിൽ നിന്നും സ്വർണം, ചെമ്പ് എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ച ശേഷമാണ് തന്ത്രിയുടെ അനുമതിയോടെയുള്ള സാമ്പിൾ ശേഖരണം. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും മൂല്യവും പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രത്യേക അന്വേഷണ തലവൻ SP ശശിധരനും സംഘവും ഇന്നലെ സന്നിധാനത്ത് എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്,
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. SITയുടെ ചുമതലയുള്ള SITയിലുള്ള പ്രത്യേക അന്വേഷണ സംഘ തലവൻ SP ശശിധരനും സംഘവും ഇന്നലെ തന്നെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കടക്കുക എന്നാണ് ഉദ്ദേശം. അതിനുവേണ്ടി സ്വർണം, ചെമ്പ് എന്നിവയുടെ സാമ്പിളുകളൊക്കെ പരിശോധനയ്ക്കായി ശേഖരിക്കുമെന്നാണ് കേൾക്കുന്നത്. അത്തരത്തിലുള്ള ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, ആ ശേഖരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എപ്പോൾ മുതലായിരിക്കും നടക്കുക സന്നിധാനത്ത്? എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്നലെ തന്നെ ഇവിടെ ശബരിമലയിൽ എത്തി. ഇന്നലെ ഉച്ചയ്ക്ക് ശബരിമലയിൽ എത്തിയതിനു ശേഷം ഇന്ന് ഈ പരിശോധന നടത്താനാണ് തീരുമാനിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പ്രത്യേക ഐറ്റം വാങ്ങിക്കൊണ്ടാണ് പരിശോധനയിലേക്ക്. അതുകൊണ്ട് തന്നെ 1 മണിക്ക് നടത്തിയതിനു ശേഷമായിരിക്കും ദ്വാരപാലക ശില്പത്തിന്റെയും അതുപോലെ തന്നെ പട്ടളപ്പാളികളുടെയും സ്വർണത്തിന്റെയും ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നത്. ചെമ്പിന്റെയും സ്വർണത്തിന്റെയും മൂല്യമടക്കം പരിശോധിക്കുന്നത്. രജിത്തിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു രജിത്തിന്റെ ശബ്ദത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്ത് ഇന്ന് വിദഗ്ധ പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത്. ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിൽ നിന്നും സ്വർണം, ചെമ്പ് എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കും. വീണ്ടും രജിത്തിലേക്ക് പോവുകയാണ്. രജിത്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടിയുള്ള വസ്തുക്കളുടെ ശേഖരണം, അതാണല്ലോ ഇന്നിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ നടത്തുക. അത് എപ്പോഴായിരിക്കും അറിയാനായത്? ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ച ശേഷം തന്ത്രിയുടെ അനുമതിയോടെ ആയിരിക്കും സാമ്പിളുകളുടെ ശേഖരണം എന്നൊക്കെയാണ്. അങ്ങനെയാണോ? തീർച്ചയായും ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ഇതിന്റെ പരിശോധനയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ വൃശ്ചിക പദ്ധതിയിൽ നട തുറന്നതിന് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. ആ സമയത്ത് ഇതിന്റെ പരിശോധന നടത്തുന്നതിനും സാമ്പിളുകൾ ശേഖരിക്കാനുമാണ് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിന്റെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറെടുക്കുന്നത്. നിലവിൽ ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ ഉൾപ്പെടെയുള്ളവർ, സാമ്പിളുകൾ ശേഖരിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഇവയുടെ മൂല്യം, നിലവിൽ ചെമ്പിന്റെയും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളികളുടെയും മൂല്യങ്ങൾ പരിശോധിക്കുകയാണ് പ്രധാനമായും ചെയ്യുക. അത് ദ്വാരപാലക ശില്പത്തിന്റെയും അതുപോലെ തന്നെ പട്ടളപ്പാളികളുടെയും സ്വർണത്തിന്റെ മൂല്യങ്ങളാണ് പരിശോധിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിന്റെ മൂല്യം പരിശോധിച്ചു. നേരത്തെ തന്നെ ഈ സ്വർണം ഇവിടെ ആദ്യം പൂശിയ സമയത്തുള്ള സ്വർണത്തിന്റെ മൂല്യം തന്നെയാണോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇത്. അത് പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ. അതിന് ഭാഗമായ ഒരു പരിശോധനയാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്നത്. മായ, രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വീടുകളിലേക്ക് വെള്ളം കയറി. പുലർച്ചെ 2:30യോടെയാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത്. ശക്തമായ ജലപ്രവാഹത്തെ തുടർന്ന് സമീപത്തെ വീടിന്റെ മതിലും പൊളിഞ്ഞു. മലാപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് അപകടം. നിരവധി വീടുകളിൽ വെള്ളവും ചളിയും കയറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് നായകൾ വരും, അപ്പോൾ നായ പൂച്ചക്കുട്ടികളെ പിടിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് വിചാരിച്ചിട്ടാണ് ഞാൻ ഉമ്മർത്തെ ലൈറ്റ് ഇട്ടിട്ട് നോക്കിയതാണ്. ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ വെള്ളം ഇതുവരെ കയറി കിടക്കുക. അപ്പോൾ ഞാൻ പിന്നെ മോനെ ഉണർത്തി. അപ്പോൾ മോൻ വന്ന് നോക്കിയപ്പോൾ പിന്നെ തുറന്ന് നോക്കിയപ്പോഴാണ് ഈ മതിൽ വീണ ശബ്ദം ഞാൻ കേട്ടത്. അപ്പോൾ അവിടുന്ന് വെള്ളം നിറഞ്ഞിട്ട് ആ ഫോഴ്സിൽ മതിൽ വീണുപോയി. അപ്പോൾ വെള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് അടിച്ച് കയറും ചെയ്ത് അകത്തും ബാത്റൂമിലും ഒക്കെ ചളിയും വെള്ളം കൂടിയാണ്. വീട്ടിനകത്തൊക്കെ വെള്ളം കയറി? ആ, അകത്ത് ഫുള്ള് വെള്ളം, ചളിയാ. ഈ വാട്ടർ അതോറിറ്റിന്റെ ആൾക്കാർ വന്നു? പോലീസും ഫയർ സർവീസും വന്നു. പോലീസ് ഫയർ സർവീസ്. ആ, അപ്പം അവർ വന്നിട്ട് എന്തെങ്കിലും ശരിയാക്കുകയൊക്കെ ചെയ്താരിയാണ് വെള്ളം വലിഞ്ഞ. അവർ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു പറഞ്ഞെന്ന് തോന്നുന്നു. ഏതാണ്ട് എത്ര സമയം വെള്ളം ഇങ്ങനെ ഒഴുകി? 3:30-4 മണി, കുറേ നേരമായിട്ടുണ്ടോ, ഞങ്ങൾ അറിയുന്നില്ലല്ലോ. വെള്ളം നിറഞ്ഞിട്ട് ഈ മതിൽ വീണാരി അറിയുന്നത്, അപ്പോഴാണ് അറിയുന്നത്. വീടിനകത്തൊക്കെ കയറി? ആ, എല്ലാ സ്ഥലത്തും കയറി. ഉള്ളിലൊക്കെ ഉണ്ട് ചളിയാണ്. അത് ചുവന്ന മണ്ണായതുകൊണ്ട് വഴുക്കലും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളെ പ്രതിനിധി രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഈ മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വലിയൊരു ദുരിതം തന്നെയാണ്. അത് രാകേഷിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ അത് പരിഹരിക്കുക? ഇപ്പോൾ അവിടെ വലിയ കുടിവെള്ളക്ഷാമം കൂടിയാണല്ലോ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്. സംഭവിച്ചിട്ടുള്ളത് മലാപ്പറമ്പിൽ പൈപ്പ് പൊട്ടുക എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഒരു പുതിയ വാർത്തയേ അല്ല. കാരണം അത്രമാത്രം കാലപ്പഴക്കം ചെന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളാണ് മലാപ്പറമ്പ് ഭാഗത്തുള്ളത്. മലാപ്പറമ്പ് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടിയതിനു മുൻപും പ്രധാന റോഡുകൾ ഉൾപ്പെടെ ദേശീയപാതയോട് ചേർന്നുള്ള പ്രധാന റോഡുകൾ ഉൾപ്പെടെ ഗതാഗത തടസ്സം ഉൾപ്പെടെ നേരിടുന്ന
സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഏകദേശം 1 മണിക്കൂറിലധികം 3:45 കൂടെയാണ് ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ എത്തിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിക്കുന്നതും അത്തരത്തിൽ വെള്ളം ഒഴുകുന്നത് തടയുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. ഏകദേശം 4 വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഇതിൽ 3 വീടുകളിലേക്ക് കാര്യമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിൽ ഒരു പഴക്കം ചെന്ന വീടിന്റെ മതിലും പൊളിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 1.5 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിൽ വെള്ളം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആ ഫ്ലോറിക്കൻ റോഡിൽ ഗതാഗതം പൂർണ്ണമായി തന്നെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതും ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലം വിതരണം പുനരാരംഭിക്കുന്നതും അല്പ ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. കാരണം പ്രധാന പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. വാട്ടർ അതോറിറ്റി കുറച്ച് ദിവസങ്ങൾക്കകം ഇതെല്ലാം തന്നെ ശരിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെയുള്ള ആളുകൾക്കും ഇത് പുതുമയുള്ള കാര്യമല്ല. അവർക്ക് ജലവിതരണം തടസ്സപ്പെടുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ നിരവധി തവണ സംഭവിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. മായ, രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. വലിയ ദുരിതമാണ് അവിടെയെന്ന് രാകേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിലാണ് കൊല്ലം ജില്ലയിലെ മലയോര മേഖലയായ പുനലൂർ നഗരസഭ. ഇടതിന് മേൽക്കൈയുള്ള പുനലൂർ നഗരസഭയിൽ CPM കൂടുതലും പുതുമുഖങ്ങളെയാണ് ഇത്തവണ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ആവട്ടെ പരിചയസമ്പന്നരായ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയത്. BJP ഇത്തവണ നഗരസഭയിലെ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുന്നുമുണ്ട്. ഏറെ ചർച്ചകൾക്കൊടുവിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയാണ് LDFും UDFും പുനലൂർ നഗരസഭയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 36 വാർഡുകളിൽ CPM 21 സീറ്റുകളിൽ മത്സരിക്കും. CPI 11, കേരള കോൺഗ്രസ് B 2, കേരള കോൺഗ്രസ് M 1, NCP 1 എന്നിങ്ങനെയാണ് മത്സരചിത്രം. തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും പിന്തുണ ഉറപ്പുവരുത്തിയാണ് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കാലങ്ങളായി തുടരുന്ന നഗരസഭയുടെ ഭരണം ഇത്തവണയും ഇടതുപക്ഷത്തിന് ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. ജനകീയ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായി ഇടതുപക്ഷം അവകാശപ്പെടുന്നു. നല്ല മത്സരമായിരിക്കും. പക്ഷേ ഈ പുനലൂർ നഗരസഭയിലെ ജനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭാ കൗൺസിലിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 30-ൽ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുനലൂർ നഗരസഭയിൽ വീണ്ടും അധികാരത്തിൽ വരും. UDFിൽ കോൺഗ്രസ് 32 സീറ്റിൽ മത്സരിക്കും. RSPക്ക് 2, കേരള കോൺഗ്രസ് ജോസഫ്, മുസ്ലിം ലീഗ് എന്നിവർക്ക് ഓരോ സീറ്റും നൽകിക്കൊണ്ടാണ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഇടതുപക്ഷം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കാലങ്ങളായി നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പദ്ധതികൾ മാത്രമാണ് ഇത്തവണയും ഇടതിന്റെ വികസന നേട്ടമെന്ന് കോൺഗ്രസും കുറ്റപ്പെടുത്തുന്നു. പട്ടണത്തിലുള്ള ജനങ്ങൾ മുഴുവൻ പൊറുതിമുട്ടുന്ന ഒരവസ്ഥയിൽ നഗരഭരണം ഇനി ഇടതുപക്ഷത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. പട്ടണത്തിലുള്ള മുഴുവൻ ജനാവലിയും 52,000-ലധികം വരുന്ന ജനങ്ങളും ഇടതുപക്ഷത്തിന്റെ ഭരണം ഇവിടെ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. പുനലൂർ നഗരസഭയിൽ BJP ഇത്തവണ 6 വാർഡുകളിലും മത്സരിക്കും. പ്രചാരണത്തിനപ്പുറം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാനായില്ലെങ്കിലും BJP ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്ന ആത്മവിശ്വാസത്തിലാണ്. തമിഴ്നാട്ടിലെ തെങ്കാശിയുമായി അതിർത്തി പങ്കിടുന്ന പുനലൂരിൽ DMKയുടെ 11 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ DMK സജീവമാകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ളത് പരിചിത മുഖങ്ങളായ 3 സ്ഥാനാർത്ഥികളാണ്. LDFന് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ CP മുസാഫിർ അഹമ്മദാണ് മേയർ സ്ഥാനാർത്ഥി. UDFിൽ നിന്ന് സംവിധായകൻ VM വിനുവും NDAയുടെ നവ്യ ഹരിദാസും പോർമുഖത്തുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ LDFിന്റെ മേയർ സ്ഥാനാർത്ഥി CP മുസാഫിർ അഹമ്മദ് നിലവിൽ ഡെപ്യൂട്ടി മേയറാണ്. മുൻ MLA CP കുഞ്ഞുവിൻ്റെ മകൻ. 2016 കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും MK മുനീറിനോട് പരാജയപ്പെടുകയായിരുന്നു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ മുസാഫിർ കോർപ്പറേഷനിലേക്കുള്ള 3ാം അംഗത്തിനാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങുന്നത്. മീഞ്ചന്ത ഡിവിഷനിലാണ് ജനവിധി തേടുന്നത്. കോൺഗ്രസ് അനുഭാവിയായ സംവിധായകൻ VM വിനു മലയാളികൾക്ക് ചിരപരിചിതനാണ്. കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലെത്തിച്ച ഒരു പിടി മലയാള ചിത്രങ്ങൾ ഒരുക്കിയ വിനു രാഷ്ട്രീയ പോരാട്ടത്തിന് കച്ചയണിഞ്ഞ് പോർമുഖത്ത് സജീവമായി. കല്ലായി ഡിവിഷനാണ് അങ്കത്തട്ട്. കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി കൂടിയാണ് VM വിനു. BJPയുടെ വനിതാ നേതൃനിരയിലെ
പരിചിത മുഖമായ നവ്യ ഹരിദാസാണ് NDAയുടെ മേയർ സ്ഥാനാർത്ഥി. 3ാം അംഗത്തിനൊരുങ്ങുകയാണ് നവ്യയും. 2 തവണയായി കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ അംഗമാണ് നവ്യ. നിലവിൽ കൗൺസിലെ പാർട്ടി ലീഡറും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായ നവ്യ ഹരിദാസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയായിരുന്നു. കാരപ്പറമ്പ് ഡിവിഷൻ തന്നെയാണ് നവ്യയുടെ തട്ടകം. LDFന് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷൻ പിടിക്കാൻ UDFും മുന്നേറ്റം നടത്താൻ NDAയും മികച്ച സ്ഥാനാർത്ഥികളെയാണ് കളത്തിലിറക്കിയിട്ടുള്ളത്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഡൽഹിയിൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളുമായി ഡോക്ടർമാർ അറസ്റ്റിലായതാണ് നിർണായകമായത്. അതേസമയം സംഭവത്തിനു പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഡൽഹി സ്ഫോടനം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രശാന്ത് തന്നെ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാനാവുന്നത് അത് മുംബൈ ആക്രമണം പോലെ, അവിടുത്തെ ഒരു സ്ഫോടനം പോലെ, അതുപോലെയൊക്കെ ആയിരുന്നു ഗൂഢാലോചന എന്ന് കേൾക്കുന്നു. ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് അറിയാനാവുന്നത്? ഗുഡ് മോർണിംഗ്. ഏതായാലും ഡൽഹി സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്തതെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. അതിലേറ്റവും നിർണായകമായിരുന്നത് മുംബൈ സ്ഫോടനത്തിൻ്റെ രീതിയിൽ തന്നെ ഒരു സ്ഫോടനം നടത്താനായിരുന്നു. മാത്രമല്ല വലിയ ആക്രമണ പരമ്പരയാണ് പ്രധാനമായും ഈ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത്. അത് തടയിട്ടത് ആദ്യഘട്ടത്തിൽ തന്നെ ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചതോടുകൂടി തന്നെയാണ്. മാത്രമല്ല അതിനു മുൻപേ തന്നെ ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് ATSും ഭോപ്പാലിൽ നിന്ന് ഡോക്ടർമാരെ പിടികൂടുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് സൂയിസൈഡ് ബോംബർമാരാകാനുള്ള പരിശീലനം ലഭിച്ചവരാണെന്നും കൂടുതൽ ആളുകൾ ചാവേറുകളാകാനായി കാശ്മീർ താഴ്വരയിൽ നിന്ന് ഡൽഹിയുടെ പല മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഹരിയാനയുടെ മേഖലകളിലേക്ക് തന്നെ എത്തിയിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിയാന ATSുമായി ചേർന്ന് വിശദമായൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സ്ഫോടക വസ്തുക്കൾ ഡൽഹിക്ക് തൊട്ടടുത്ത് ഉണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരമൊരു നീക്കം നടത്തിയത്. പ്രത്യേകിച്ച് ഡൽഹി ഹരിയാന ചെറിയ ദൂരം മാത്രമാണ് ഉള്ളത്. സ്ഥിരമായി ഇത്തരത്തിൽ സാഹചര്യങ്ങൾ വലിയ അപകടത്തിലാകുന്ന സമയത്ത് മാത്രമാണ് കൃത്യമായ ഒരു പരിശോധനയിലേക്ക് പോകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ സ്ഥിരമായി ഡൽഹിയിലേക്ക് ഹരിയാനയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് വാഹനങ്ങൾ വന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടി മനസ്സിലാക്കിയാണ് അത്തരമൊരു നീക്കം നടത്തിയത്. മാത്രമല്ല ഹരിയാന കൃഷിഭൂമിയാണ് സ്വാഭാവികമായും കൂടുതലുള്ളത്. ആ മേഖലകളിൽ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ സൂക്ഷിച്ചെങ്കിൽ അത് കാർഷിക ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെന്ന തരത്തിൽ കാര്യങ്ങൾ വരും. ഇങ്ങനെയാണ് നീക്കമുണ്ടായത്. ഇതിനിടയിലാണ് അമീർ റാഷിദ് അലിയെ ഇന്നലെ റാഷിദ് അലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ ഈ അലിയെ അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണ സംഘം. ഇന്നലെയാണ് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് മാത്രം. അതായത് ഈ കാർ വാങ്ങിയതും കാറിന്റെ രജിസ്ട്രേഷനും എല്ലാം തന്നെ അമീർ റഷീദ് അലിയുടെ പേരിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ കൃത്യമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും പാമ്പോറിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് ഷെഹിൻ സയ്യിദ്, വനിതാ ഡോക്ടർ ഷെഹിൻ സയ്യിദിൻ്റെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരൻ എന്ന് പറയുന്നത് മുസമ്മൽ അഹമ്മദാണ്, ആദിൽ അഹമ്മദിൻ്റെ സഹോദരൻ. ഈ മുസമ്മൽ അഹമ്മദ് നിലവിലെ സാഹചര്യത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അഫ്ഗാനിലുണ്ട് എന്നൊരു വിവരം നിലവിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ എല്ലാം തന്നെ ഉദ്യോഗസ്ഥർ വിവിധ അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് തുടർ നീക്കങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയും ഇന്നുണ്ടാകുമായ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അന്വേഷണ സംഘം. ബീഹാറിൽ പുതിയ മന്ത്രിസഭ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ അധികാരമേൽക്കും. പ്രധാനമന്ത്രിയുടെ സമയക്രമം അനുസരിച്ചാണ് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുക. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തുടരും. ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ BJPക്ക് തന്നെയാവും. LJP, JM, RLM എന്നീ പാർട്ടികൾക്ക് MLA-മാരുടെ എണ്ണം അനുസരിച്ച് മന്ത്രിപദവി നൽകും. ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭ പിരിച്ചുവിടാൻ തീരുമാനമെടുക്കും. തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിതീഷ് കുമാർ രാജി സമർപ്പിക്കും. പുതിയ മന്ത്രിസഭാ രൂപീകരണം ഉള്ള അവകാശവാദവും ഉന്നയിക്കും. പട്ന ഗാന്ധി മൈതാനത്താണ് പുതിയ മന്ത്രിസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരായ കേസുകളിൽ ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ ഇന്ന് വിധി പറയും.
മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഹസീനയ്ക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹസീനയ്ക്കെതിരായ കേസിൽ വിധി പറയുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. ഹസീനയ്ക്ക് ജയിൽ ശിക്ഷയോ വധശിക്ഷയോ വിധിക്കുകയാണെങ്കിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ അവാമി ലീഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തെരുവിൽ ഇറങ്ങുന്നവരെ കർശനമായി നേരിടുമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രാജ്യം പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രാജ്യത്ത്. വൃശ്ചികപ്പുലരിയിൽ ശബരിമല നട തുറന്നതോടെ ദർശനത്തിനായി അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക്. ശരണമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ ശബരിമല പുതിയ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരിയാണ് പുലർച്ചെ നട തുറന്നത്. ഡിസംബർ 26-നാണ് മണ്ഡലപൂജ. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഇനിയിപ്പോൾ ശരണം വിളികളുടെ നാളുകളാണ്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ സന്നിധാനത്ത് ഇപ്പോൾ? മണ്ഡല ഇന്ന് പുലർച്ചെ 3 മണിക്ക് തുറന്നത് പുതിയ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരിയാണ് ശബരിമല നട തുറന്നത്. അതേസമയത്ത് വലിയ നമ്പൂതിരിയാണ് ഇവർ 2 പേരുമാണ് ഈ ശബരിമലയിൽ പുറപ്പെടാൻ ശബരിമലയിൽ പൂജകൾ ചെയ്യുക. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് രാവിലെ ശബരിമലയിൽ നടന്നുള്ളത്. അതിൽ തുടർന്ന് അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം അനുവദിക്കുകയും ചെയ്തു. ഇപ്പോഴും അയ്യപ്പ ഭക്തരുടെ ദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 30,000-ഓളം അയ്യപ്പ ദർശനം നടത്തുമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി 30,000-ഓളം അയ്യപ്പ ഭക്തരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയിട്ടുള്ളത്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. രജിത്തിന്റെ ശബ്ദം വ്യക്തമാവുന്നില്ല. രജിത്തിലേക്ക് തിരിച്ചു വരാം. വൃശ്ചികപ്പുലരിയിൽ ശബരിമല നട തുറന്നതോടെ ദർശനത്തിനായി അയ്യപ്പ ഭക്തർ വന്നുകൊണ്ടേയിരിക്കുകയാണ് സന്നിധാനത്ത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രജിത്ത്. ലക്ഷത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ് മാളികപ്പുറം മേൽശാന്തിയായതിലൂടെ തനിക്ക് ലഭിച്ചതെന്ന് മനു നമ്പൂതിരി പറഞ്ഞു. ശ്രീകോവിലേക്ക് തന്ത്രിയോടൊപ്പം പ്രവേശിച്ചത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായി തോന്നിയതായും മുമ്പ് സ്വപ്നം കണ്ട പദം പ്രാപ്തമായതിൽ സന്തോഷമുണ്ടെന്നും മനു നമ്പൂതിരി അമൃത ടിവിയോട് പറഞ്ഞു. മാളികപ്പുറം മേൽശാന്തിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അഭിഷിക്തനായതിനു ശേഷമാണ് നമ്മളോട് സംസാരിക്കാൻ MG മനു നമ്പൂതിരി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്തേ. ഇവിടെ മാളികപ്പുറത്തേക്ക് നിയമിതനാകുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് തോന്നിയ ഒരു അവസരത്തിൽ എന്തായിരുന്നു പെട്ടെന്ന് മനസ്സിലാക്കുക? തീർച്ചയായിട്ടും അത് വളരെയധികം സന്തോഷം കൊണ്ട് നമ്മൾ മനസ്സ് നിറഞ്ഞൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സമയത്ത് മനസ്സിൻ്റെ അവസ്ഥ. വളരെ സന്തോഷം. ഒപ്പം തന്നെയാണ് ഇവിടേക്ക് ഇപ്പോൾ ഈ വർഷം മുതൽ 1 വർഷക്കാലം പുറപ്പെടാൻ മേൽശാന്തിയായി എത്തി. ഇപ്പം അഭിഷിക്തനാകാൻ അതിനുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് ആ പൂജ കഴിച്ച കലശം, അതിലെ ജലം നമ്മളെ തലയിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അത് എന്താ പറയുന്നത്, എല്ലാത്തിനും അതീതമാണ്. നമുക്ക് ആ ഒരവസ്ഥ ഇപ്പോൾ അനുഭവിച്ചത് കൊണ്ട് ഞാനത് പറയുകയാണ്. ആ കലശം നമ്മുടെ തലയിൽ ആ ജലം വീഴുമ്പോഴുള്ള അവസ്ഥ, പുണ്യതീർത്ഥം വീഴുമ്പോഴുള്ള അവസ്ഥ, മഹാപുണ്യം. ലക്ഷോപലക്ഷം ആൾക്കാരിൽ ഒരാൾക്ക് മാത്രം ചിലപ്പോൾ ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമായിരിക്കാം മാളികപ്പുറത്തമ്മയുടെ ധർമ്മശാസ്ത്രൻ്റെ മേൽശാന്തിയാവുക എന്നുള്ളത്. ആ ഭാഗ്യം എനിക്ക് കഴിഞ്ഞു. സന്തോഷം. ഒപ്പം തന്നെയാണ് ഇപ്പം ഇനിയിപ്പോൾ 1 വർഷക്കാലം എവിടെ ഉണ്ടാവും? പൂജാ കാര്യങ്ങൾ ഒക്കെ ഇദ്ദേഹത്തിന് ഇപ്പം ഇവിടെ പൂർത്തീകരിച്ച് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്ന നിയോഗത്തിന് ശേഷം ഇറങ്ങുന്ന തിരുമേനി അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശമൊക്കെ? അദ്ദേഹത്തിൻ്റെ ഉപദേശം ഒരുപാട് എൻ്റെ മാനസികമായ ടെൻഷൻ, കാരണം ഇത്രയും മഹാക്ഷേത്രത്തിൽ പൂജ കഴിക്കുക എന്നുള്ളത് അത് ചെറിയൊരു ടെൻഷനുള്ള കാര്യമല്ല. അപ്പോൾ എൻ്റെ ടെൻഷൻ പകുതിയിലധികം കുറച്ചത് അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട് തന്നെയാണ്. 1 വർഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു തന്ന അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓരോന്നും ഓരോരോ പാഠങ്ങളാണ്. അതെൻ്റെ മനസ്സിന് വളരെയധികം എൻ്റെ സന്തോഷം തന്നിട്ടുണ്ട്. എനിക്ക് എങ്ങനെയാണ് നേരത്തെ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റിൽ അങ്ങ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഉൾപ്പെട്ടു പോവുകയും അന്ന് ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാറി വരുന്ന ഒരു അവസരത്തിൽ ഇപ്പോൾ ഈ ഒരു പദം പ്രാപ്തമാകുമ്പോൾ എങ്ങനെയാണ് അന്നത്തെ ഒരു അവസ്ഥയിൽ? അതെ, അന്നത്തെ അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് ലിസ്റ്റിൽ വന്നപ്പോൾ നമുക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിഷമം വരും. പിന്നെ ഈ പറഞ്ഞ ഭഗവാൻ അനുഗ്രഹിച്ചില്ല, ഭഗവാൻ എൻ്റെ സമയമായി വേണം എന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മളെ കഴിയും പ്രായമുള്ളവർ ലിസ്റ്റിൽ ഒരുപാട് വർഷം കൊണ്ട് വരുന്നവരും അപ്പോഴും ഭാഗ്യം കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് കിട്ടിയല്ലോ എന്നൊരു മഹാഭാഗ്യം.
ഇനിയിപ്പം ഒരു വർഷക്കാലം ഇവിടെ ഉണ്ടാവും. ഒപ്പം തന്നെയാണ് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എത്തണം എന്നൊരു നിർദ്ദേശം. അത് ഒരു പക്ഷേ ആളുകളിലേക്ക് ഇനിയും പകർന്നു നൽകേണ്ട ഒരു കാലമായിട്ട്. തീർച്ചയായിട്ടും ഈ ഇത്രയും ജനങ്ങൾ വരുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ആചാരങ്ങളെ കൃത്യമായിട്ട് പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. ക്ഷേത്ര പരിസരം മാലിന്യമാകാതെ നോക്കുക, അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റി നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാവനതയും പോവാതെ, മാലിന്യങ്ങളൊന്നുമില്ലാതെ, ആചാരങ്ങളൊന്നുമില്ലാതെ, വളരെ ഭംഗിയായിട്ട്, ആചാരങ്ങളൊന്നും മാറ്റാതെ വളരെ ഭംഗിയായിട്ടൊരു മണ്ഡലമാസം നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. തന്ത്രി അദ്ദേഹം ഇന്ന് കൈപിടിച്ച അകത്തേക്ക് കയറ്റി ആദ്യ പ്രാർത്ഥന എന്ന് തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഭൂമിയിലാണോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നി. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അതേ ഒരു അവസ്ഥയാണ്. മുമ്പ് ഞാൻ ഇതിനൊക്കെ മാറി നിന്ന് സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട്. ഓരോ മേശാന്തിമാരെ ഇതിനെ കൈപിടിച്ച് അദ്ദേഹം അകത്തോട്ട് കയറുന്ന ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ വരുമ്പോൾ അത് സ്വർഗതുല്യമായ ഒരവസ്ഥയാണ്, ഒരു അനുഭവമാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതുതന്നെയാണ് ആ സ്വർഗതുല്യമായ അവസ്ഥ, ആ സ്വർഗതുല്യമായ സുഹൃതം അദ്ദേഹം നുകരുകയാണ്. ഇനിയുള്ള ഒരു വർഷക്കാലം മനു നമ്പൂതിരിയായിരിക്കും മാളികപ്പുറം മേൽശാന്തിയായി ശബരിമലയിൽ ഉണ്ടാവുക. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമലയിലെ മറ്റു ചില വാർത്തകൾ നോക്കാം. ഇനി ശബരിമലയിലെ മുന്നൊരുക്കങ്ങളിൽ പാളിച്ച. ശരംകുത്തിയിലും പരിസര പ്രദേശങ്ങളിലും സ്വാമിമാർ ഇരുട്ടിലാണ്. ശരംകുത്തി മുതലുള്ള പാതയിൽ വഴിവിളക്കുകൾ തയ്യാറാക്കിയിട്ടില്ല. കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തരാണ് ഇരുട്ടിൽ ക്യൂ നിൽക്കുന്നത്. ഇവർക്ക് ആവശ്യമായ കുടിവെള്ളവും ലഭ്യമല്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റിനായി വടംവലി നടക്കുന്ന കാലത്ത് ഒരേ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളാകാൻ അവസരം ലഭിച്ച ദമ്പതികളുണ്ട് വയനാട്ടിൽ. അമ്പലവയൽ പഞ്ചായത്തിലാണ് എടക്കൽ നഗറിലെ രഘുവും ഭാര്യ നിഷയും LDF സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നത്. ST സംവരണ വാർഡുകളിലാണ് ഇരുവരും മത്സരിക്കുന്നത്. അമ്പലവയൽ എടക്കൽ നഗറിലെ രഘുവും ഭാര്യ നിഷയും വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ്. രണ്ടുപേരും സ്ഥാനാർത്ഥികൾ. രഘുവിനത് ആദ്യ ഊഴമാണെങ്കിൽ നിഷയ്ക്കത് രണ്ടാം അംഗം. LDF സ്ഥാനാർത്ഥികളായാണ് ഇരുവരും മത്സരിക്കുന്നത്. അമ്പലവയൽ പഞ്ചായത്തിൽ CDS ചെയർപേഴ്സണായ നിഷ 2005 വിജയിച്ചിരുന്നു. ഇത്തവണ മത്സരം കടുപ്പമെങ്കിലും വിജയം ഉറപ്പാണെന്ന് നിഷ പറയുന്നു. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതിൻ്റെ രഘുവേട്ടനാണ്. ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു. ഞാൻ ഒന്നും അറിയാതിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഇതേപോലെ തന്നെ ST വാർഡ് വരികയും അതിലേക്ക് നമുക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മളതിൽ ജയിക്കുകയും വാർഡ് മെമ്പറായി വരികയും ചെയ്യും. അതിനുശേഷം കുറച്ച് കാലാവധിക്ക് ശേഷം CDS ചെയർപേഴ്സണായി വരികയും 4 വർഷക്കാലം അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതേപോലെ ആ വാർഡിൽ തന്നെ സംവരണ സീറ്റ് വന്നതുകൊണ്ട് ഒരവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. എന്തായാലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഉത്തമ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും. അമ്പലവയൽ ടൗണിലെ ലോഡിംഗ് തൊഴിലാളിയായ രഘു 8ാം വാർഡ് നീർച്ചാലിലാണ് മത്സരിക്കുന്നത്. വളരെ സന്തോഷമാണ്. എൻ്റെ കുടുംബവും എല്ലാവരും ഇതിനോട് നല്ല സപ്പോർട്ടാണ്. മോളും മോനൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഞങ്ങൾ രണ്ടാൾ സ്ഥാനാർത്ഥിയായതിൽ. അതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. കുടുംബകാര്യങ്ങൾക്ക് അല്പം ഇടവേള നൽകി രണ്ടുപേരും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെച്ച് വോട്ടർമാരെ കാണാനുള്ള തിരക്കുകളിലേക്ക് മടങ്ങി. അമൃത ന്യൂസ്, വയനാട്. വനിതകൾക്ക് സംവരണമില്ലാതിരുന്ന പുരുഷാധിപത്യ രാഷ്ട്രീയ കാലത്ത് മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ ഒരാൾ. സംസ്ഥാനത്തെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ചരിത്രം കുറിച്ച കോതമംഗലം സ്വദേശി അന്നമ്മ ജേക്കബ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ആവേശത്തോടെയാണ് വീക്ഷിക്കുന്നത്. 1960കളിലെ ഗ്രാമീണ കേരളത്തിൻ്റെ ചട്ടക്കൂടുകൾ വനിതകൾക്ക് പൊതുരംഗത്തിറങ്ങാൻ അത്ര പാകപ്പെട്ടതായിരുന്നില്ല. ഒരു സ്ത്രീ പൊതുരംഗത്തിറങ്ങിയാൽ അതിശയത്തോടെയും വിമർശനത്തോടെയും സമൂഹം നോക്കുന്ന കാലമായിരുന്നു അത്. വനിതാ സംവരണം ഇല്ലാത്ത കാലത്ത് രാഷ്ട്രീയത്തിലിറങ്ങി അവസരം സൃഷ്ടിച്ച വനിതയാണ് ഊന്നുകൽ സ്വദേശി അന്നമ്മ ജേക്കബ്. 1963 മുതൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളിൽ 1984 വരെ പൊതുപ്രവർത്തനം നടത്തി. 1968 മുതൽ 1979 വരെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതോടെ കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബഹുമതിക്കും അർഹയായി. 1979 തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ച്
എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1963 പഞ്ചായത്ത് കമ്മിറ്റിയാണ് അന്ന് ഒരു വനിതയെ നോമിനേറ്റ് ചെയ്യുന്നത്. അന്ന് പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡൻറ്റുമായിട്ട് 68 വരെ തുടർന്നു. 68 ഇലക്ഷൻ പ്രസിഡൻറ്റ്, നിലവിലുണ്ടായിരുന്ന പ്രസിഡൻറ്റ് രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ഇലക്ഷനുണ്ട്. അതിൽ കുരുവിള മാത്യു എന്ന് പറയുന്ന ആളും ഞാനും സ്ഥാനാർത്ഥിയാവുകയും എന്നെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട്. പിന്നീട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുകൾ വർദ്ധിച്ചതോടെ 1984 പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറി. തുടർന്ന് കുടുംബജീവിതവും കൃഷിയുമായി മുന്നോട്ട് പോയ അന്നമ്മ ഇന്ന് നവതിയുടെ നിറവിലാണ്. 84 കഴിഞ്ഞിട്ടും ഈ വാർഡ് വനിതാ വാർഡായിട്ടായിരുന്നു വീണ്ടും വന്നത്. എന്നെ പലരും വന്ന് വിളിച്ചു. അപ്പോഴേക്കും രാഷ്ട്രീയ രീതിയിലായി എലക്ഷൻ. അപ്പോൾ എനിക്കതിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ കാലത്ത് നടന്ന പ്രവർത്തനങ്ങൾ എനിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ ഞാൻ തൽക്കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. വീടുകൾ കയറി വോട്ട് ചോദിച്ചുകൊണ്ടുള്ള നേരിട്ടുള്ള ഇലക്ഷൻ പ്രചാരണ രീതിയിൽ നിന്ന് ഇന്ന് സോഷ്യൽ മീഡിയയാണ് പ്രചാരണ രംഗം കീഴടക്കിയിരിക്കുന്നതെന്ന് അന്നമ്മ ജേക്കബ് നിരീക്ഷിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. സന്ദേശം സിനിമയിലേതുപോലെ ഒരേ വീട്ടിൽ നിന്നും ചേട്ടനും അനിയനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത മുന്നണികളിൽ നിന്നും മത്സരിക്കുകയാണ് എറണാകുളം ചെങ്ങമനാട് പഞ്ചായത്തിലെ പ്രമോദ് കുമാറും ദിലീപും. LDF, UDF, NDA മുന്നണികളിലെ സജീവ പ്രവർത്തകർ ഇവരുടെ വീട്ടിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകതകളൊന്നും അവസാനിക്കുന്നില്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതാ ഒരു വീട്ടിലെ ചേട്ടനും അനിയനും രണ്ട് വ്യത്യസ്ത മുന്നണികളിൽ മത്സരിക്കുകയാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് പ്രമോദ് കുമാർ. രഘു എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ഇവിടുത്തെ ചെങ്ങമനാട് പഞ്ചായത്ത് 9-ാം വാർഡിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എൻ്റെ പേര് ദിലീപ് കപ്രശ്ശേരി എന്നാണ്, ദിലീപ് കുമാർ എന്നാണ് പേര്, കപ്രശ്ശേരി എന്നറിയപ്പെടുന്നത്. ഞാൻ ചെങ്ങമനാട് പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് ഇതാണ് മത്സരിക്കുന്നത്. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. എങ്ങനെയാണ്, ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സര രംഗത്തേക്കൊക്കെ വരുന്നത്? എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കാനും അവരെ കേൾക്കാനും ഒക്കെ നല്ല രസമായി തോന്നിയിട്ടുണ്ട്. കുറേ വർഷക്കാലമായിട്ട് ഓട്ടോറിക്ഷ പ്രസ്ഥാനവും മറ്റേ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം നടന്നപ്പോൾ അതിൻ്റെ നല്ലൊരു അനുഭവ സമ്പത്ത് കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത്, മത്സര രംഗത്ത് ഇതിനു മുമ്പും വന്നിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഇത്തവണ കുറച്ച് സ്പെഷ്യലാണോ? ചേട്ടനും കൂടെ മത്സരിക്കുന്നുണ്ട്, വ്യത്യസ്ത വാർഡുകളിലാണെങ്കിലും. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, BJP ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പറയും, നിങ്ങൾ 4 മക്കളാണ്, അതിൽ 3 പേരും വ്യത്യസ്ത പാർട്ടിയിൽ, ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത മുന്നണികളാണ്. എങ്ങനെയാണ് വീട്ടിലെ രാഷ്ട്രീയം? അതെ, അനിയനും മൂത്ത ചേട്ടനും BJP അനുഭാവിയാണ്. രണ്ടാമത്തെ ചേട്ടനാണ് ഇപ്പോൾ മത്സരിക്കുന്നത്, CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ 8-ാം ക്ലാസ് മുതൽ KSUവിൻ്റെ പ്രവർത്തനമായിട്ട് പോകുന്നതാണ്. രാഷ്ട്രീയത്തിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥലത്ത് 2 പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നാട്ടിലൊരു ചർച്ചയുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ അവനവൻ്റെ പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായിട്ട് നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ ഇതിനു മുൻപും ഈ സന്ദേശം സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ ഒരുപാട് അങ്ങനെയൊക്കെയാണ് വീട്ടിലൊരു ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകളൊക്കെ. വീട്ടിലങ്ങനെ രാഷ്ട്രീയ ചർച്ചയില്ല. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും നമ്മുടെ വീടുകളിൽ ഇപ്പത്തിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേതെല്ലാം ഒരു തറവാട്ടിലായിരുന്നപ്പോൾ എല്ലാവരും വരുമായിരുന്നു. ഒരു ഫേസ്ബുക്കിൽ അനിയൻ്റെ പോസ്റ്റിന് താഴെ വിജയാശംസയൊക്കെ ചേട്ടൻ നിറഞ്ഞ് ഞാൻ കണ്ടു. വോട്ട് കൊടുക്കും? വോട്ട് ഇവിടെ അല്ല വോട്ട് ഞാൻ അനിയൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോഴും പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി അടുത്ത വാർഡിലേക്ക് പ്രചരണ രംഗത്ത് മാറിയത്. അത് ഈ വാർഡിൽ അനിയൻ ഇവിടെ നിന്നപ്പോൾ വോട്ട് കൊടുത്തിട്ടില്ല. ചേട്ടൻ ആദ്യമായിട്ട് മത്സര രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇതിനു മുൻപ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളാണ് അനിയൻ. അതൊക്കെ ആ സമയത്ത് ഉചിതമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് എല്ലാം പറയാം, സ്വാഭാവികമായിട്ട് പറയുമല്ലോ നമ്മൾ. ഈ 2 സ്ഥാനാർത്ഥികളുടെ അമ്മയാണ് നമുക്കപ്പോൾ. അമ്മയുടെ പേരെന്ന് പറയുമോ? തങ്കമ്മ. വീട്ടിലെങ്ങനെ ഇവർ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ പറയുമോ? ഒന്നും പറയാറില്ല. പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എന്നോട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയാറില്ല, ആരും പറയാറില്ല. 2 മുന്നണിയാണ്, ആ വീറും വാശിയും 2 പേർക്കും ഉണ്ട്. ചേട്ടനനിയന്മാരാണ്, അതിൻ്റെ സ്നേഹവുമുണ്ട്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.
തുടക്കവും ഒടുക്കവും സംഗമിക്കുന്ന ഒരു കട കോതമംഗലം കുട്ടമ്പുഴയിലുണ്ട്. കുട്ടമ്പുഴയിലെ ചായക്കട പേരിൻ്റെ കൗതുകം കൊണ്ടും രുചികരമായ നാടൻ വിഭവങ്ങൾ നൽകിയും നാട്ടിലാകെ വൈറലാണ്. ഫസ്റ്റ് കട എന്ന ലാസ്റ്റ് കട തുടങ്ങിയിട്ട് 28 വർഷമായി. ഒരേ കട, രണ്ടു പേര്. കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴയുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന ചായക്കടയാണ് പേരിൻ്റെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധേയമായത്. റോഡിൻ്റെ തുടക്കത്തിലും അവസാനവുമാണ് ഈ കടയുള്ളത്. അതായത് കോതമംഗലം ഭാഗത്തു നിന്ന് കുട്ടമ്പുഴയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇത് ഫസ്റ്റ് കടയാണ്. കുട്ടമ്പുഴയിൽ നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് വരുന്നവർക്ക് ഇത് ലാസ്റ്റ് കടയും. അതുകൊണ്ടാണ് ജോർജ് ഏട്ടൻ ചായക്കടയ്ക്ക് അനുയോജ്യമായ ലാസ്റ്റ് കട ഫസ്റ്റ് കട എന്ന് പേരിട്ടത്. ഇതിൻ്റെ പേരിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുട്ടമ്പുഴയിൽ നിന്ന് കോതമംഗലത്ത് ഇങ്ങോട്ട് വരുന്നവർക്ക് ആദ്യത്തെ കടയും തിരിച്ച് കുട്ടമ്പുഴയ്ക്ക് നിന്ന് മടങ്ങി കോതമംഗലത്തിന് പോകുന്നവർക്ക് ലാസ്റ്റ് കടയായിരുന്നു. അതിനിടയ്ക്ക് ഇവിടം വരെ കടയില്ലായിരുന്നു. ഇവിടെ നിന്ന് 28 കൊല്ലമായി ഈ കട തുടങ്ങിയിട്ട്. കടികളെല്ലാം സ്വന്തം നിർമ്മിക്കുക. ഞാനിവിടെ സ്വന്തം വീട്ടിലുണ്ടാക്കണം, ഇവിടെ തന്നെ ഇട്ടുണ്ടാക്കുവാണ്. എൻ്റെ വീട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. 28 വർഷം മുമ്പ് ജോർജ് ഈ കട തുടങ്ങുമ്പോൾ അത് ഈ പ്രദേശത്തെ ഏക കടയായിരുന്നു. ഭാര്യ വത്സമ്മയുടെ നേതൃത്വത്തിലാണ് കടയിലേക്ക് ആവശ്യമായ ചെറുകടികൾ തയ്യാറാക്കുന്നത്. ബോളി, പരിപ്പുവട, ഉഴുന്നുവട, പത്തിരി, കൊഴുക്കട്ട, വട്ടയപ്പം തുടങ്ങിയവയെല്ലാം കടയോട് ചേർന്നുള്ള വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. പേരുകൊണ്ട് മാത്രമല്ല, നല്ല ചായയും ചെറുകടികൾ കൊണ്ടും നാട്ടിലെ പ്രിയ കടയായി മാറിയിരിക്കുകയാണ് ഈ ലാസ്റ്റ് കട ഫസ്റ്റ് കടയെന്ന് ചായക്കടയിലെ പതിവുകാർ പറയുന്നു. കുട്ടമ്പുഴയിലെ എല്ലാ ആളുകളും വന്ന് ചായ കുടിക്കുന്ന നല്ല ചായ കിട്ടുന്നതാണ്. ജോർജ് ചേട്ടൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൊടുക്കുന്നത്. നല്ല പലഹാരവും നല്ല ചായയൊക്കെയാണ്. നല്ല ചായ കിട്ടും. ചായക്ക് കോംപ്രമൈസ് ഇല്ല. അതുപോലെ മനസ്സറിഞ്ഞ് ചായ കൊടുക്കും. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർ ഈ പേരിൻ്റെ കൗതുകം കാരണം ഫോട്ടോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ ഇട്ടതോടെ ലാസ്റ്റ് കട ഫസ്റ്റ് കട ഫേമസ് ആയി. അമൃത ന്യൂസ്, കൊച്ചി. രക്ഷാധികാരി ബൈജു എന്ന സിനിമയിലെ ബിജു മേനോന്റെ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. ഒരു നാടിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്നതായിരുന്നു ആ കഥാപാത്രം. അത്തരത്തിൽ ഒരു ചെറിയ കൂട്ടായ്മയിൽ തുടങ്ങി വലിയ ഫുട്ബോൾ ടീമുകളെ സൃഷ്ടിച്ച തൃശൂർ സ്വദേശി സജി MC-യുടെ വിശേഷങ്ങൾ കാണാം ഇനി. 2.5 പതിറ്റാണ്ട് മുൻപാണ് തൃശൂർ പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി സജി MC-യും വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളും ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത്. ക്ലബ്ബെന്ന് വിളിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ്. പിന്നീട് ചെറിയ ടൂർണമെന്റുകളിൽ പങ്കെടുത്തു തുടങ്ങി. പലയിടങ്ങളിലും കപ്പുയർത്തി. പാതി വഴിയിൽ ഒപ്പമുണ്ടായിരുന്ന പലരും കൊഴിഞ്ഞുപോയി. പക്ഷേ ഒറ്റയ്ക്ക് ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾ ചുമലിലേറ്റുകയായിരുന്നു സജി. യുവദർശൻ ചെമ്പൂത്ര എന്ന പേരിൽ ഒരു ക്ലബ്ബ് തന്നെയുണ്ട് ഇപ്പോൾ സജിക്കും കൂട്ടർക്കും. അതിന് സ്റ്റാർട്ടിങ് മുതലുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ബാക്കി എല്ലാവരും ഇപ്പോഴും ക്ലബിൻ്റെ കൂടെ തന്നെയാണ് വർഷങ്ങളായിട്ട്. നമുക്കൊരു 5 ഇതിലുള്ള ടീമുകളുണ്ട്. വെറ്ററൻസിൻ്റെ ടീമുണ്ട്, പിന്നെ 30 വയസ്സിന് മുകളിലുള്ള ഒരു 40-നും 30-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, പിന്നെ 30-നും 20-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, 20-നും 15-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, 15-നും 10-നും ഇടയ്ക്കുള്ള ടീമുണ്ട്. ഒരു 5 കാറ്റഗറിയിലുള്ള ടീമുകൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ക്ലബിലുണ്ട്. എല്ലാ മാച്ചും നമ്മൾ പോവാറുണ്ട്. ഏജിൻ്റെ കളികളും എല്ലാ കളികളും നമ്മൾ ഈ കുട്ടികളെയും വെച്ച് പോവാറുണ്ട്. യുവദർശൻ ചെമ്പൂത്ര കപ്പുയർത്താത്ത ടൂർണമെന്റുകൾ തൃശ്ശൂരിൽ അപൂർവമാണ്. കപ്പുവെക്കാനോ ക്ലബിന്റെ പ്രവർത്തനത്തിനോ ഇടമില്ലാതായതോടെ തന്റെ കുഞ്ഞു വീടിന്റെ ഒരു മുറി തന്നെ സജി വിട്ടു നൽകി. എണ്ണിയാലൊതുങ്ങാത്ത ട്രോഫികൾ ആ മുറിക്കകവും നിറച്ചു കഴിഞ്ഞു. ട്രോഫിക്ക് അങ്ങനെ എണ്ണൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് ഉണ്ട്. കൊണ്ടുപോകാനുള്ള ചിലവൊക്കെ നമ്മൾ തന്നെയാണ് വഹിക്കാറ്. അതിപ്പോൾ ടൂർണമെൻ്റൊക്കെ നടക്കുന്നത് അവിടെ വിന്നേഴ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് മണി ഉണ്ടാവും. എന്നാലും അതിങ്ങനെ ടാലിയായിട്ട് പോകുന്നില്ല. ഉഴിച്ചിൽ വൈദ്യനായ സജി തന്റെ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ടീമിനെ കളിക്കിറക്കുന്നത്. സ്വന്തം പണം മുടക്കി ഇതിനോടകം പല തലമുറയെ കളിക്കളത്തിലെത്തിച്ചു. അവർ കപ്പുയർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് തന്റെ സമ്പാദ്യമെന്ന് സജി പറയുന്നു. പട്ടിക്കാട്ടെ യുവാക്കൾക്ക് അക്ഷരാർത്ഥത്തിൽ സജി രക്ഷാധികാരി തന്നെയാണ്. ക്ലബിന് സ്വന്തമായി ഒരു കെട്ടിടം കണ്ടെത്തി പ്രവർത്തനം തുടങ്ങണമെന്നതാണ് യുവദർശൻ ചെമ്പൂത്രയുടെ ആഗ്രഹം. അമൃത ന്യൂസ്, തൃശൂർ. വിപണി വിലയിരുത്തലുകളുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ് ഇനി. ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഈ ഒരാഴ്ചയും നേട്ടം നിലനിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 2 ആഴ്ചയിലെ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച വിപണിയിൽ നേട്ടം ആവർത്തിച്ചിരുന്നു. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ആഭ്യന്തര തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മികച്ച മുന്നേറ്റമാണ് വിപണിയെ നേട്ടത്തിലെത്തിക്കാൻ സഹായിച്ചത്. സാങ്കേതികമായും വിപണിയുടെ നിലവാരം ഇപ്പോൾ മുന്നോട്ട് നീങ്ങും എന്നുള്ള നിലവാരത്തിൽ തന്നെയാണ്. 25,900 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര സൂചികയായ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് 26,000 മറികടന്ന വ്യാപാരം നടന്നേക്കുമെന്ന്
എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇന്ന് തന്നെ ആ ഒരു നിലവാരത്തേക്ക് എത്തിയേക്കാം. ആഗോള ഘടകങ്ങൾ വിപണിയെ സ്വാധീനിച്ചിരിക്കും. 2 പ്രധാന ഘടകങ്ങളാണ് വിപണി സ്വാധീനിക്കാനുള്ള. ഒന്ന്, US ജോബ് ഡാറ്റ പുറത്തു വരാനിരിക്കുന്നു. മാത്രമല്ല US ഫെഡറൽ മാർക്കറ്റ് ഓപ്പൺ കമ്മിറ്റിയുടെ റിപ്പോർട്ടും പുറത്തു വരാനിരിക്കുന്നു. ഈ 2 ഘടകങ്ങൾ വിപണിയെ സ്വാധീനിച്ചിരിക്കും. ഒരു നിരക്ക് കുറയ്ക്കൽ അവിടെ ഉണ്ടായേക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷ വിപണിയിലുണ്ട്. അത് വിപണിയെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യും. ആഭ്യന്തര തലത്തിലാണെങ്കിൽ കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല തരംഗമാണ് വിപണി മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചത്. മാത്രമല്ല India-US വ്യാപാര കരാർ ഡിസംബറിൽ നിലവിൽ വന്നേക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നതും വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രേരകമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 12,000 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. എന്നാൽ ഇതിന്റെ ഇരട്ടിയോളം, ഏതാണ്ട് 24,000 കോടിയോളം രൂപയുടെ നിക്ഷേപം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടായതും വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിച്ചു. എന്തായാലും ഇന്ന് നേട്ടത്തെ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കൽ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. കൊച്ചി കളമശ്ശേരിയിൽ സെമിത്തേരിയിലേക്കുള്ള വഴി അടച്ചുകെട്ടിയതായി പരാതി. FSCTയുടെ ഭാഗത്തു നിന്നാണ് നടപടി. എന്നാൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചുവെന്ന് FSCT അറിയിച്ചു. ഏലൂരിൽ 50ലേറെ വർഷങ്ങളായി സ്ഥിതി ചെയ്യുന്നതാണ് സെമിത്തേരി. FACT ആണ് സെമിത്തേരിക്കായി സ്ഥലം വിട്ടു നൽകിയതും. ഓർത്തഡോക്സ്, CSI, മാർത്തോമ, കത്തോലിക്ക സഭകളിലെ വിശ്വാസികളാണ് ഇവിടം ഉപയോഗിക്കുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടേക്കുള്ള വഴിയിൽ ഗേറ്റ് സ്ഥാപിച്ചു. കല്ലറയിൽ ഓർമ്മ പ്രാർത്ഥന നടത്താൻ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും മാറ്റണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്കത് എന്തുകൊണ്ടാണ് അവർ ആ ഗേറ്റ് വെച്ചതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. പക്ഷേ ഇന്ന് താഴെ തുറന്നിട്ടിട്ടുണ്ട്. താഴെ മാത്രം ഇത് ചെയ്തിട്ടുണ്ട്, പട്ടിക വെച്ചിട്ടുണ്ട്. സ്റ്റാറ്റസ് കോ തൽക്കാലം നിലനിർത്തി തരിക. ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കാൻ സാധിക്കുകയില്ല. ചർച്ചകൾ പിന്നീട് ചെയ്യാം. അതേസമയം FACTയുടെ സ്ഥലം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഗേറ്റ് സ്ഥാപിച്ചതെന്നും തുറന്നുകൊടുക്കാൻ കമ്പനി തീരുമാനിച്ചതാണെന്നും അധികൃതർ പറഞ്ഞു. ഇക്കാര്യം വിശ്വാസികളെ അറിയിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കിയിൽ നിന്ന് ചുരമിറങ്ങി തമിഴ്നാടൻ കാഴ്ചകൾ ആസ്വദിച്ചൊരു യാത്ര. ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ ചുരം പാതയാണ് ബോഡി പാതയിലെ യാത്ര. ഈ യാത്രാവിശേഷങ്ങളാണ് ഇനി കാണുക. സഹ്യനെ ചുറ്റിവരിഞ്ഞ് തമിഴ്നാടൻ കാർഷിക സമൃദ്ധിയിലേക്ക് കുതിക്കുന്ന പാത. ബോഡിമെട്ട് മലമുകൾ മുതൽ താഴ്വാരം വരെ 17 ഹെയർപിൻ വളവുകളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ചുരം പാതയിലുള്ളത്. പുലർച്ചെ കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന താഴ്വാരം, കിലോമീറ്ററുകൾ നീളത്തിൽ മലനിരകളെ ചുറ്റി കടന്നുപോകുന്ന റോഡ്, ചെങ്കുത്തായ പർവ്വതങ്ങൾ, മഴക്കാലത്ത് കൂടുതൽ കാഴ്ചകൾ പകർന്ന് വിരുന്നെത്തുന്ന 2 വെള്ളച്ചാട്ടങ്ങൾ. 1900 മുതലുള്ള ചരിത്രം പറയാനുണ്ട് ബോഡിമെട്ട് ചുരത്തിന്. ഇടുക്കിയിൽ നിന്ന് ഏലവും തേയിലയും കുരുമുളകും അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ തമിഴ്നാട്ടിലെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു പാത തുറന്നത്. മൂന്നാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയിലകൃഷി ആരംഭിച്ചതോടെ നടപ്പാത കാളവണ്ടി യാത്രയ്ക്കായി വിപുലീകരിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് അരിയും പലവ്യഞ്ജനവും ചുരം കയറി മലമുകളിലെത്തി. തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു ഇവിടെ അക്കാലത്ത് കൂടുതൽ ഉണ്ടായിരുന്നത്. അവർ ഈ ബോഡിമെട്ട് ഏരിയയിലെ ഏലത്തോട്ടമൊക്കെ നോക്കാൻ വേണ്ടി അക്കാലത്തും ഏലത്തോട്ടം ഉണ്ടായിരുന്നു. ഏലത്തോട്ടം നോക്കാനും അന്വേഷിക്കാനും വേണ്ടിയിട്ട് വരുമ്പം അവർ കുതിരപ്പുറത്ത് വരും. ആ സമയത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തി എന്നവരെ താഴേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ റൈറ്റ് സൈഡിലൊരു ഈ മലയുടെ മുകളിൽ ഒരു ലൈറ്റ് തെളിച്ചു കൊടുക്കും. കാളവണ്ടി യുഗവും കുതിരക്കുളമ്പടിയും പിന്നിട്ട് മോട്ടോർ വാഹന ഗതാഗതത്തിന് അനുയോജ്യ പാതയായി നവീകരിച്ചതോടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഗതാഗതവും ഇതുവഴി വർദ്ധിച്ചു. മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തേയിലച്ചെരുവുകളും ഏലമലകളും പിന്നിട്ട് ആനയിറങ്കലും കണ്ട് ചുരമിറങ്ങിയാൽ സ്വന്തമാകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ യാത്രകളിൽ ഒന്നാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, ബിസിനസ്, സംരംഭക മേഖലയിലും പ്രൊഫഷൻസിലും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ലളിതമായി പ്രതിപാദിക്കുന്ന മലയാളത്തിലുള്ള പുസ്തകം പ്രകാശനം ചെയ്തു. ദുബായിൽ ബിസിനസ്സുകാരനും IT വിദഗ്ധനുമായ മുനീർ അൽ വഫയാണ് പുസ്തകം തയ്യാറാക്കിയത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ SS ലാൽ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും നിർണായക സ്വാധീനം ചെലുത്തുകയാണ്. വരും കാലങ്ങളിൽ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ ഇടപെടലുകൾ കൂടുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സംരംഭകർക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ അന്വേഷകർ ഉൾപ്പെടെയുള്ള അഭ്യസ്ത വിദ്യർക്കും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് വിവരിക്കുന്ന പുസ്തകം മലയാളത്തിൽ പുറത്തിറങ്ങുന്നത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നടന്ന ചടങ്ങിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ബിസിനസിന് വേണ്ടി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രവാസി ബിസിനസ്സുകാരനും IT വിദഗ്ധനുമായ മുനീർ അൽ വഫയാണ് പുസ്തകത്തിന്റെ രചയിതാവ്.
AI എന്നുള്ളൊരു സാധനം നമ്മുടെ ലൈഫിൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും അതേപോലെ തന്നെ HR-ലാണെങ്കിലും ഏത് ഡിവിഷനിലും നമ്മുടെ ഓഫീസിലോ നമ്മുടെ കമ്പനിയിലോ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക, അതിനെങ്ങനെയാണ് എത്തിക്കലായിട്ട് ഉപയോഗിക്കുക, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, അതേപോലെ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് എങ്ങനെ ഉപയോഗിക്കാം, ജോബ് സീക്കർക്ക് എങ്ങനെ ഉപയോഗിക്കാം, പ്രൊഫഷണലി അപ്ഗ്രേഡ് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള മൊത്തം കാര്യങ്ങളാണ്. പൊതുജന ആരോഗ്യ മേഖലയിലെ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ മാധ്യമപ്രവർത്തകൻ KM അബ്ബാസിന് നൽകിയ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. MCA നാസർ, ഹാരിസ് ഹോപ്പ്, ഷാജി നരിക്കോളി, സുരേഷ് പ്രവങ്കര, അഡ്വക്കേറ്റ് VC ചാക്കോ, പുന്നക്കൻ മുഹമ്മദ് അലി എന്നിവർ സംബന്ധിച്ചു. ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. അമൃത ന്യൂസ്, ദുബായ്. ഡോളുകളും പൂക്കളും ഉൾപ്പെടെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ വിസ്മയിപ്പിക്കുകയാണ് പത്തനംതിട്ട മാരൂർ സ്വദേശിനി സരസ്വതി ടീച്ചർ. ഏഴംകുളം ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നും പ്രഥമാധ്യാപികയായി വിരമിച്ച ശേഷം ടീച്ചറുടെ ഹോബി ഇതാണ്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം ഉൾപ്പെടെ കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്. ടീച്ചറുടെ വിശേഷങ്ങൾ കാണാം ഇനി. കടുവയും പുലിയും ജിറാഫും അണ്ണാനും പെൻഗിനുമെല്ലാം പത്തനംതിട്ട അടൂർ മാരൂർ സ്വദേശിനി സരസ്വതി ടീച്ചറുടെ സ്വീകരണ മുറിയെ മനോഹരമാക്കുന്നുണ്ട്. ഏഴംകുളം LP സ്കൂളിൽ നിന്നുമാണ് സരസ്വതി ടീച്ചർ വിരമിച്ചത്. അക്കാലത്ത് തന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ ടീച്ചർക്ക് വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഇന്ന് 86-ാം വയസ്സിൽ അത് ഒരു ഹോബിയായി തുടരുന്നു. കുറേ വർഷങ്ങളുണ്ട് സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും എല്ലാം പിള്ളേർക്ക് ഓരോന്നെല്ലാം കാണിച്ചു കൊടുക്കുകയും അവർക്ക് എക്സ്പീരിയൻസിന് അവർക്ക് പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതെല്ലാം ചെയ്യും, ഇപ്പോഴേ ഫുൾ ടൈം ആയിട്ട് ഓരോന്നൊക്കെ ചെയ്യാൻ, അല്ലാത്ത ഉള്ള കാര്യങ്ങളൊന്നും വയ്യല്ലേ. വിരമിച്ച ശേഷം സമയം എങ്ങനെ ചിലവഴിക്കണം എന്നതിൽ സരസ്വതി ടീച്ചറിന് സംശയമേ ഉണ്ടായിരുന്നില്ല. പാഴ്വസ്തുക്കൾ ടീച്ചറുടെ കയ്യിലെത്തിയാൽ മനോഹരമായ കരകൗശല വസ്തുക്കളായി മാറും. പ്ലാസ്റ്റിക് കവറിൽ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന തന്നെ കളറൊക്കെ ഉള്ളതെടുത്ത് ഞാൻ സൂക്ഷിച്ചു വെക്കും. കുപ്പിയുടെ ചെവിടൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു പൂ പോലെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ വെട്ടിയെടുത്തിട്ട് പിന്നെ കളറൊക്കെ ചെയ്ത് സീക്വൻസ് ഒക്കെ ഇട്ടിച്ച് അന്നേരം ഒരു പൂ പോലെ ആകും. അനേകം കുട്ടികളെ പരിശീലിപ്പിച്ച് സ്കൂൾ മേളകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും ഇപ്പോഴും ആവശ്യക്കാരെ പരിശീലിപ്പിക്കുന്നു. നിരവധി പേർ സരസ്വതി ടീച്ചറുടെ കലാസൃഷ്ടികൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുപോകും. പലതിനും ചോദിക്കുന്ന വിലയും കൊടുക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി പോർച്ചുഗൽ. അർമേനിയയെ 9-1 തോൽപ്പിച്ചാണ് പോർച്ചുഗൽ ലോകകപ്പ് ഉറപ്പിച്ചത്. ജോയോ നെവസിൻ്റെയും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെയും ഹാട്രിക്കിലായിരുന്നു പോർച്ചുഗലിൻ്റെ കുതിപ്പ്. ATP ഫൈനൽസ് കിരീടം നിലനിർത്തി യാനിക് സിന്നർ. ലോക 1-ാം നമ്പർ താരം കാർലോസ് അൽക്കാരസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് സിന്നർ കിരീടം നിലനിർത്തിയത്. കഴിഞ്ഞ 9 മത്സരങ്ങളിൽ ഇത് 2ാം തവണയാണ് സിന്നർ അൽക്കാരസിനെ തോൽപ്പിക്കുന്നത്. ഒരു സെറ്റ് പോലും നഷ്ടമാക്കാതെയാണ് സിന്നർ ഇത്തവണയും കിരീടം നേടിയത്. ഗുഡ് മോർണിംഗ് കേരളം സമാപിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം.